ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2കാർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മറ്റേത് സൈറ്റുകളെക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിസൾട്ട് വരുന്ന ടൈമിൽ. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ കയറി സെർച്ച് ചെയ്താലും മതി, കേരള ബോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വരും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്തത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർച്ച് കൊടുക്കുക. സെർച്ച് ബോർഡെന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബോർഡെന്ന് കൊടുക്കുക. കേരള ബോർഡെന്ന് കൊടുക്കുമ്പോഴത്തേക്കും 10ൻ്റെ റിസൾട്ടും +2ൻ്റെ റിസൾട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വേറെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. റിസൾട്ട് എന്ന് അവിടെ കിടക്കും. അത് കൊടുക്കുമ്പോഴത്തേക്കും ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ സന്തോഷ വാർത്ത പറയാൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവ എന്താണ് എല്ലാം ഇങ്ങനെ സന്തോഷങ്ങൾ മാത്രം പറയുന്നത്, ഇവന് ഈ നെഗറ്റീവ് പറഞ്ഞാൽ എന്താണ്? എടാ, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ ഇതാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വലിയ നന്മമാരായിട്ടൊന്നുമല്ല ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ വയ്ക്കുക. നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പേടിച്ചിരിക്കുന്നുണ്ടാവും. SSLC വിദ്യാർത്ഥികളായാലും VSC ആയാലും നമ്മുടെ +2 ആയാലും എല്ലാ വിദ്യാർത്ഥികളും പേടിച്ചിരിക്കുന്നുണ്ടാവും. എന്താണ് റിസൾട്ട് വരുന്നതിനെ പറ്റി ആലോചിച്ചിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അതായത് വാല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഈ പ്രാവശ്യത്തെ റിസൾട്ട് ഉണ്ടല്ലോ, റിസൾട്ടിൻ്റെ പെർസെൻറ്റേജ് ഉയരും എന്നാണ് പറയുന്നത്. അതായത് വിജയശതമാനം ഉയരും എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയുന്നത് അവർ വാല്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അല്ലാതെ ആരും ഉണ്ടാക്കി പറഞ്ഞ് പടച്ചു വിട്ടൊരു കാര്യമൊന്നുമല്ല ഇത്. പക്ഷേ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർസെൻറ്റേജ് അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നും വരുന്ന ഇൻഫർമേഷൻസാണ്. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുന്നേ എല്ലാ വർഷവും വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തരത്തിലായിരിക്കും റിസൾട്ട് വരുന്നത് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടിട്ട് തന്നെ ആരും പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. റിസൾട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ പേടിച്ചിരുന്നിട്ടോ നിങ്ങൾ നാട് വിട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. റിസൾട്ട് വരും. നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൺഫേം ആയി കാണും. ഇനി നിങ്ങളുടെ മുന്നിലോട്ട് ആ കാര്യം എത്തിയാൽ മാത്രം മതി. നിങ്ങൾ എത്ര പേടിച്ചിട്ടോ ഇനി ആരൊക്കെ വന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്യില്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പോലും ഒന്നും ചെയ്യാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ റിസൾട്ട് അവിടെ ആയി കഴിഞ്ഞു. അതുകൊണ്ടിട്ട് ആരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നാട് വിടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി കുറേ പേര് തത്തിയും കുത്തിയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വരും. മോനെ റിസൾട്ട് എന്തായി, മോളെ റിസൾട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വരും. അവർ ഇതറിഞ്ഞിട്ട് ബാക്കിയുള്ള അടുത്ത് പറഞ്ഞിട്ട് സന്തോഷം കണ്ടെത്താനാണ് അവർ ചോദിക്കുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈൻഡ് ആക്കാണ്ടിരുന്നാൽ മതി. അത്ര എനിക്ക് പറയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് പറയുന്നു. നിങ്ങൾ ആർക്കും ഈ റിസൾട്ട് വെച്ചിട്ട് വിലയിരുത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇനിയും ഉയരങ്ങൾ പിടിച്ച് കീഴടക്കമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടിട്ട് ഈ ചെറിയ +2, 10ാം ക്ലാസ്, +1 ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങളൊന്നും പേടി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെറുതാണ്, വെറും ചെറുത്. ഇനി വലുത് കാണാൻ പോണതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ പേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത്രേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പിളായിട്ട് എടുക്കുക. റിസൾട്ട് വന്നാലും അത് സിമ്പിളായിട്ട് കാണുക. അല്ലാതെ വേറെ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രേ എനിക്ക് പറയുള്ളൂ. മനസ്സിലായല്ലോ? ഞാൻ പേടിച്ചിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, വീഡിയോ ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവനും കൂടെ ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് എത്തുന്നതായിരിക്കും. അതിലേക്ക് ബൈ.